ഇപ്പൊ ഫോണ്ടന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, കൈ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തുന്നതിന് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരത്തിയെടുക്കാം. കുറച്ച് ഇട്ടാൽ മതി, ഒരുപാട് വേണമെന്നില്ല. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള തരത്തിലിടുക. പിന്നെ നമ്മൾ ഫിഗേഴ്സ് ഒക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടും കോൺഫ്ലോറിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ടെഡി ബിയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് വേണ്ടുള്ളൂ, ഫോണ്ടന്റ് വേണ്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് അതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. കുറച്ച് തിക്നെസ്സിൽ നമ്മൾ പരത്ത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇപ്പൊ ക്ലൗഡ് കട്ടറാണ്, ക്ലൗഡ് കട്ടേഴ്സ്, മേഘത്തിന്റെ കട്ടേഴ്സ്. ഇങ്ങനെ ഇതിൽ അഞ്ചെണ്ണം വരുന്നുണ്ട്. ഇതുപോലെ ഫുട്ബോൾ കട്ടർ ഉണ്ടോ. ഇത് ഫ്ലവേഴ്സ്, കുക്കി കട്ടേഴ്സിൽ വരുന്നതാണ് ഫ്ലവേഴ്സിന്റെ. പിന്നെ സ്റ്റാറുകള്, പിന്നെ അതുപോലെ ഹാർട്ടിന്റെ ഷേപ്പ് കട്ട് ചെയ്യാന്, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പരത്തുക. എന്നിട്ട് കണ്ടത് ഒരു ക്ലൗഡ് കട്ടറാണ്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു ക്ലൗഡിന്റെ ഷേപ്പിലുള്ളത് നമുക്ക് കിട്ടും. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഒരു കറക്റ്റ് ക്ലൗഡ് നമ്മുടെ കയ്യിൽ വന്നിട്ട്. ഇതിന്റെ പല ഷേപ്പിലുള്ള ക്ലൗഡ്സും ഉണ്ട്, 5 തരം വരുന്നുണ്ട്. അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലത്തെ നമുക്ക് വെഡിങ് കേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ആനിവേഴ്സറി കേക്കുകളൊക്കെ ആണെങ്കിൽ ഒരു ബോയും ഗേളും കൂടെ അങ്ങനെ നിൽക്കുന്ന ടൈപ്പ് ഫോണ്ട് കട്ടേഴ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് കട്ടേഴ്സ്, ഇഷ്ടംപോലെ കട്ടേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഓരോ രീതിയിലുള്ള കട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോണ്ടന്റ് കട്ട് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഞാനിത് പിങ്ക് കളറാണ് ഇതിൽ ആഡ് ചെയ്തത്. ഇതിന്റെ നമ്മളൊരു ബ്ലാക്ക് കളറിലൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വൈറ്റ് കേക്കില് ഈ ഒരു ബ്ലാക്ക് ചിക്കനും പെണ്ണുങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ലൊരു ലുക്ക് ആയിരിക്കും കേക്കിന്. എന്നതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോണ്ടന്റ് നമുക്ക് വീണ്ടും പരത്തി വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയണ വരെ നമുക്കിത് യൂസ് ചെയ്യാം. 3 മാസം വരെയൊക്കെ നമുക്കിത് വെച്ചിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പ്രശ്നമുള്ളൂ, തുറന്നിരുന്നാൽ മാത്രം. അല്ലാണ്ട് നമ്മൾ ഓപ്പൺ ആക്കാണ്ട് ഇരിക്കുകയാണെന്നുവെച്ചെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയണ വരെ നമുക്കത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ഇങ്ങനത്തെ പല ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് ആ ഒരു ക്ലൗഡ്സും ഇതൊക്കെയാണ്. പിന്നെ ഈ ഫ്ലവേഴ്സ് പറയുകയാണെങ്കിൽ ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കണ്ടോ, ഓരോന്നിലും ഇങ്ങനെ 3 ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ബട്ടർഫ്ലൈന്റെ കട്ടേഴ്സ് ആണ്, ഇതൊക്കെ ബട്ടർഫ്ലൈ ആണ്. പിന്നെ ഇത് ലീഫ് കട്ടറാണ്, പല ഷേപ്പിലുള്ള ലീഫുകൾ. നമ്മളെ ഈ ഫോറസ്റ്റ് തീം കേക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലീഫുകള്. ഇത് വേറൊരു ടൈപ്പ് ഫ്ലവർ ആണ്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഫ്ലവർ മുഴുവൻ എടുക്കും. ഇതൊരു ടൈപ്പ് ഫ്ലവേഴ്സ് ആണ്. ഇതുപോലെ കണ്ടോ സ്റ്റാർ, ഇങ്ങനെ പല ഷേപ്പ് ഇതിലുള്ള കേട്ടോ, എന്ന് വെച്ചാൽ പല സൈസിലുള്ള സ്റ്റാറിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഞാൻ ഓരോ ടൈപ്പ് ഫ്ലവേഴ്സ് ഓരോന്ന് കാണിക്കുന്നു കേട്ടോ. ഇതുപോലെ ചെറുതുണ്ട്. അതുപോലെ നമുക്കൊരു ഗാർഡൻ തീമിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാനുള്ള ഇതുപോലത്തെ ഫ്ലവേഴ്സിന്റെ കട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹാർഡ് ഷേപ്പിലുള്ള നമുക്ക് കട്ട് ചെയ്യാനുള്ള ഉണ്ട്. ഇതുപോലത്തെ ഫ്ലവേഴ്സ് ചെയ്യാന് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ ലീഫ് കട്ടർ വരുന്നുണ്ട്. ലീഫ് നമുക്ക് പല സൈസിലുള്ള ഇലകൾ കട്ട് ചെയ്ത്, അപ്പൊ ഇത് കണ്ടോ, കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് നമ്മൾ ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ കറക്റ്റ് ലീഫ് നമ്മുടെ കയ്യിൽ വന്നു. ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴേക്ക് വീഴും. ആ ലീഫിന്റെ ആ ഒരു വേരുകൾ കണ്ട ആ ഒരു ഇതൊക്കെ ഇതിൽ കറക്റ്റ് ആ ഒരു പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ലീഫിന്റെ ഷേപ്പ് കറക്റ്റ് കിട്ടും. അങ്ങനെ 3 തരത്തിലുള്ള അങ്ങനെ പല സൈസിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ്. ലീഫ് കട്ടേഴ്സും എല്ലാ കട്ടേഴ്സും അതെ. അങ്ങനെ പല തരത്തിലുള്ള പൂക്കളുടെയും ഒക്കെ ഇത് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ചെണ്ണം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്തിട്ട് ഫോണ്ടന്റിൽ ഡിസൈൻ ചെയ്ത് നമ്മുടെ കേക്കുകളിൽ വെക്കാം. പിന്നെ വരുന്നത് കാറിന്റെ കട്ടർ കേട്ടോ. കാറ് നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാറിന്റെ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ അതിന്റെ ടയറുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോരും. എന്നിട്ട് ഇവിടെ ഇതിൽ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 2 ടയറും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാറ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസിന്റെ കട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ മൗൾഡുകൾ കിട്ടും കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ടന്റ് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ റോസിന്റെ മൗൾഡാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ നമുക്കൊരു ബേബി കിടക്കുന്നത് ഇങ്ങനെ ഓരോരുത്തരുടെ ഫേസിന്റെ മൗൾഡ് ഇങ്ങനെ എല്ലാം കിട്ടും. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ ഒരു റോസാപ്പൂ നമ്മൾ ചെയ്തതുപോലെ ഇങ്ങനെ കിട്ടും. ഇങ്ങനെയുള്ള മൗൾഡുകളും നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് സാധനങ്ങൾ ഇതെല്ലാം കൂടെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അഡ്വാൻസ് ആയിട്ട് വരുമ്പോൾ കേക്കിന്റെ പ്രോഫിറ്റ് ഒക്കെ കൂടി വന്ന് നമ്മൾ ഒരുപാട് കേക്കൊക്കെ സെയിൽ ചെയ്ത് പ്രോഫിറ്റ് ആയിട്ട് വരുമ്പോൾ അതൊന്ന് മാത്രം നിങ്ങൾ വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം മാത്രം വാങ്ങിക്കുക. എല്ലാം കൂടെ നമ്മൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്
നമ്മൾ തൽക്കാലം ഇതുപോലത്തെ എന്ത് ചെയ്യുക, കട്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കിത് കട്ടേഴ്സ് ഇല്ലാണ്ടേയും ചെയ്യാം. നമുക്ക് നൈഫ് വെച്ചിട്ട്, ചെറിയ നൈഫൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്കുള്ള ഷേപ്പ്, ഇപ്പൊ ഒരു വണ്ണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടറിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് സ്കെയിലൊക്കെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വണ്ണതിന്റെ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെച്ചെങ്കിൽ ഒരു കട്ടറും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഒരുപാട് ഷേപ്പുകളൊക്കെ കട്ട് ചെയ്ത് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും.